ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുസഭയോട് ചേർന്നുകൊണ്ട് ആഗോള കർമ്മലിത്ത സഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആ ആനന്ദത്തിലാണ് കർമ്മല സഭ ആഗമനം. എല്ലാ കർമ്മല മക്കളോടും ചേർന്നുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഈ അമ്മ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അമ്മയുടെ കരങ്ങൾ പിടിച്ച് യാത്ര തുടങ്ങിയാൽ ആ യാത്രയ്ക്കൊരു സുഖമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട്. അനുദിന ജപമാല വഴി, അനുദിന മരിയ ഭക്തി വഴിയൊക്കെ നമ്മളിത് അനുഭവിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവരാണ്. കർമ്മലിത്ത സഭയുടെ ആരംഭം തന്നെ വരൾച്ചയിൽ നിന്നാണ് തുടങ്ങുന്നത്. വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് കർമ്മല സഭയുടെ യാത്ര എന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും അതിനുശേഷം 17-ഉം 18-ഉം അധ്യായങ്ങളിലായിട്ട് ഈ ഒരു സംഭവം എങ്ങനെയാണ് ഈ കർമ്മല സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള ഒരു ചരിത്രം ഇങ്ങനെ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ വളരെ ആഘോഷപൂർവ്വം കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൂടെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആരംഭം എങ്ങനെയാണ് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ്. രാജാഭരണകാലത്ത് ഉണ്ടായിരുന്ന പ്രവാചകരിൽ ഒരാൾ ഏലിയാ പ്രവാചകൻ. ഏലിയാ പ്രവാചകൻ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവനാണ്. ചെറിയ വാക്കുകളാണെങ്കിലും അതിൻ്റെ പവർ ഭയങ്കര കൂടുതലാണ്. എല്ലാവരും പറയും പൊളിറ്റിക്സും മതവും ഒന്നും ഒരിക്കലും ചേർക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണെന്ന്. പക്ഷേ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അറിയുന്നത് ഭരണം തെറ്റുമ്പോൾ മതം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാർ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഇടപെടൽ. ആ ഇടപെടൽ എന്തിനാണെന്ന് ചോദിച്ചാൽ നന്മയിലേക്ക് ഭരണത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്ന അഹാബ് രാജാവ്. അഹാബ് രാജാവ് മറ്റു രാജാക്കന്മാരെ പോലെ ഒന്നും ആയിരുന്നില്ല. മറ്റു രാജാക്കന്മാരൊക്കെ അല്പം ദൈവവിശ്വാസികളായിരുന്നു. അവരുടെ മുൻപോട്ടുള്ള യാത്രകളൊക്കെ വലിയ കേടില്ലാത്തതായിരുന്നു. പക്ഷേ ഏലിയാ പ്രവാചകൻ വരുമ്പോഴുള്ള ആഹാബ് രാജാവ് ആളത്ര സുഖകരമല്ലാത്തൊരു ഭരണമാണ്. ആ ഭരണത്തിൻ്റെ പിഴവെന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒറ്റ പിഴവേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആഹാബ് രാജാവ് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. അതൊരു വലിയ പ്രശ്നമാണല്ലോ. ദൈവത്തെ ഒരാൾ അനുസരിക്കാതെ വരുമ്പോൾ, മനസാക്ഷിയെ ഒരാൾ അനുസരിക്കാതെ വരുമ്പോൾ അദ്ദേഹം കാട്ടിക്കൂട്ടുന്നതെല്ലാം അത്ര അനുകരണീയമായിരിക്കില്ല. അതുതന്നെയാണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ അന്യദേവന്മാരുടെ പുറകെ, അതായത് ബാൽദേവൻ്റെ പുറകെ ആഹാബ് രാജാവ് പോകുന്നു എന്നറിയുമ്പോൾ ശരിക്കും കോപിഷ്ഠനാകുന്നത് പ്രവാചകനാണ്. ഏലിയാ പ്രവാചകൻ ചെന്നിട്ട് തെറ്റാണെന്ന് പറയുന്നുണ്ട്, അരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അതൊന്നും സ്വീകരിക്കാനുള്ള മനസ്സില്ല. അങ്ങനെ മനസ്സില്ലാതെ വരുമ്പോൾ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? പ്രവാചകൻ അപ്പം തന്നെ അരിശം കയറിയിട്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ വരും കൊല്ലങ്ങളിൽ ഇവിടെ മഴ പെയ്യാൻ പോകുന്നില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. അതാണല്ലോ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത്. വെള്ളമില്ലായ്മയാണ് റിയൽ പ്രോബ്ലം. ഇത് വരുത്തി വെച്ചതാരാ? ദൈവത്തിൻ്റെ പ്രവാചകൻ. ദൈവം പ്രവാചകനോട് പറഞ്ഞിട്ടാണോ? അല്ല. പ്രവാചകൻ്റെ മനസ്സിൽ എന്ത് തെറ്റ് കണ്ടോ അപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതാണ്, ഇനി മഴ പെയ്യിക്കില്ല, ഇനി ഇവിടെ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ രാജാവിൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ല. അതുകൊണ്ട് ഒരാൾക്ക് പകരം ശിക്ഷ പ്രവാചകൻ വിധിക്കുന്നത് എല്ലാവർക്കുമാണ്. പഴയ നിയമം അങ്ങനെയാണല്ലോ, ശിക്ഷ എല്ലാവർക്കുമാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ തന്നെ അവിടെ കൽപ്പന പുറപ്പെടുവിക്കുന്ന എപ്രകാരമാണ്? എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിച്ചാൽ മതി. പുതിയ നിയമത്തിൽ ശിക്ഷ ഒരാളാണ്. പക്ഷേ പഴയ നിയമത്തിൽ ശിക്ഷ എല്ലാവർക്കും പെടാനായിട്ടാണ് പ്രവാചകൻ മനസ്സാകുന്നെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ല, അതാണ് ഇവിടുത്തെ വിഷയമായിട്ടിരിക്കുന്നത്. പിന്നെ മഴ പെയ്യുന്നില്ല. പക്ഷേ പ്രവാചകന് നന്നായിട്ട് തന്നെ ദൈവം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, തീരുമാനമെടുത്ത പ്രവാചകനോട് ദൈവം പറയുന്നത്, നീ പോയി കെറീത്ത് നദിയുടെ അരികിൽ പോയി താമസിക്കണം. കാരണം ആ അരുവിയിൽ ജലമുണ്ട്, അത് കുടിക്കുക. അതിനുശേഷം നിനക്ക് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ മലങ്കാക്കകൾ കൊണ്ടുവന്ന് നിനക്ക് ഭക്ഷണം തരും. അപ്പോൾ പ്രവാചകൻ്റെ സുരക്ഷിതത്വം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം കൽപ്പന പുറപ്പെടുവിച്ചു. ഇനിയിപ്പോൾ ശരിക്കും ഈ പ്രവാചകൻ ഒളിവിലാണ്. രാജാവ് ഇദ്ദേഹത്തിനെ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ തല വെട്ടും.
അത്രയ്ക്ക് രാജാവ് രോഷാകുലനായിരിക്കുക. പിന്നെ ഒളിച്ചു താമസങ്ങളാണ്. ആരുടെ? ദൈവത്തിൻ്റെ കണ്ണിലൂടെ പ്രവാചകൻ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവാചകൻ ഒളിക്കാൻ തുടങ്ങി. അവിടെയെല്ലാം ദൈവം പ്രവാചകന് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഈ കെറീത്ത് നദിയിലും ഇതുപോലെ തന്നെയാണ്. അവസാനം വെള്ളം തീരുന്നു. വെള്ളം തീരുമ്പോഴും പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചക നീ ഇവിടുന്ന് സ്ഥലം മാറുക, ഇവിടുന്ന് പോവുക, നീ സറേഫാത്തിലേക്ക് പോവുക, അവിടെ ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ ഒരു വിധവയോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം സുരക്ഷിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവാചകന്റെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവം ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ ഈ അച്ഛന്മാരെ സമർപ്പിതരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഗോഡ് ഹാസ് ഫിക്സ്ഡ് ഫുഡ് ഫോർ അസ്. ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ദൈവം എല്ലായിടത്തും. അതൊരു ഭവനങ്ങളിൽ മാത്രമല്ല, ഏതെല്ലാം എവിടെയെല്ലാം വഴികളിലൂടെ യാത്ര ചെയ്താലും അവിടെയുള്ള പള്ളികളിലൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണവും ജലവും താമസ സൗകര്യവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ഒരിക്കലും വേദനിക്കേണ്ടി വരരുത്. ദൈവത്തിൻ്റെ ഒരു കരബലം ഇങ്ങനെ വെൽ പ്രൊട്ടക്റ്റഡ് ഹാൻഡ്സ് ഓഫ് ഗാഡ് ഈസ് ദർ. അതിങ്ങനെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരണം. സറാഫത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ, ആ വിധവ ഇങ്ങനെ ചുള്ളിവിറക് വെറുക്കുകയാണ്. അപ്പോൾ നേരെ എന്നിട്ട് ഈ വിധവയോട് പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക. അപ്പോൾ വെള്ളമെടുക്കാനായിട്ട് പോകുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, എനിക്ക് കുറച്ച് അപ്പവും വേണം. അപ്പോൾ അപ്പം വേണമെന്ന് പറയുമ്പോൾ ഈ വിധവ തിരിഞ്ഞ് പ്രവാചകൻ്റെ കണ്ണുകൾ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ 2 ചുള്ളിവിറക് പെറുക്കാൻ വന്ന 2 ചുള്ളിവിറക്. അതായത് ചുള്ളിവിറകിൻ്റെ എണ്ണം കുറഞ്ഞു, ഒരുപാട് ചുള്ളിയൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ കലത്തിൽ കുറച്ച് മാവും ഭരണിയിൽ കുറച്ചെണ്ണയും, അവസാനത്തെ അപ്പം ഉണ്ടാക്കാൻ പോകുകയും, ഞാൻ വിധവയാണ്, ഒരേ ഒരു മകനാണ്, അപ്പമുണ്ട്, അവസാനത്തെ അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഇരിക്കുക. ഈ മരണം ഒരു ആത്മഹത്യയല്ല, നാച്ചുറൽ ഡെത്ത്. കാരണം അവിടെ ക്ഷാമം വന്നു. എന്തേ? വെള്ളമില്ല, പണിയില്ല, ഭക്ഷണമില്ല, സമ്പാദിച്ചു വെക്കാനായിട്ടൊന്നുമില്ല. സോ ദറ്റ്സ് എ ഗ്രേറ്റ് പ്രോബ്ലം. അപ്പം ഞങ്ങൾ അവസാനത്തെ അപ്പം ഉണ്ടാക്കി ഭക്ഷിക്കാനായിട്ട് പോകുന്നെന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ പറയുന്ന കാര്യമുണ്ടല്ലോ, ആദ്യം നീ എനിക്കൊരു അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഈ പ്രവാചകന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ആ സ്ത്രീ പോയിട്ട് അപ്പമുണ്ടാക്കി കൊണ്ടുവന്ന് പ്രവാചകന് വെള്ളവും അപ്പവും കൊടുത്തത് ഭക്ഷിച്ചു കഴിയുമ്പോൾ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ആ കലത്തിലെ മാവ് തീരില്ല, ഭരണിയിലെ എണ്ണ വറ്റില്ല, അടുത്ത മഴ വരെയും. എത്ര കൃത്യമായ ഒരു ഇടപെടലാണ് പ്രവാചകൻ നടത്തിയത്. എന്തുകൊണ്ടാണ്? ഇത് പഴയ നിയമത്തിൽ നമ്മൾ അബ്രഹാത്തിൻ്റെ ലൈഫിലും കാണുന്നുണ്ടല്ലോ. അബ്രഹാത്തിൻ്റെ വീട്ടുപടിക്കലേക്ക് ദൈവമനുഷ്യർ വരുമ്പോൾ, അങ്ങകലെ നിന്ന് ദൈവമനുഷ്യർ വരുമ്പോൾ അബ്രഹാം പിന്നെ സാറയോട് പറയുന്നുണ്ട്, സാറാ ഭക്ഷണം ഒരുക്കുക. സാറാ ഭക്ഷണം ഒരുക്കി. അവർ സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചു, ദൈവമനുഷ്യർ ഭക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവമനുഷ്യർ തീരുമാനമെടുത്തു, പ്രവാചകൻ ഭക്ഷിച്ചു, പ്രവാചകൻ തീരുമാനമെടുത്തു. കാരണം ഇനി ആ വീട്ടിലെ ഭവനത്തിലെ മാവ് തീരാൻ പാടില്ല, എണ്ണ വറ്റാൻ പാടില്ല. പ്രവാചകൻ തീരുമാനിച്ചു. എപ്പോഴാ? ദൈവം ഹാപ്പി ആയപ്പോഴാണ് തീരുമാനമുണ്ടായത്. രണ്ടിടത്തും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ദൈവം ഹാപ്പിയായി, ദൈവത്തെ ഫീഡ് ചെയ്തു, ദൈവത്തിന് ഭക്ഷണം കൊടുത്തു. ഒരു പ്രവാചകന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭക്ഷണം കൊടുക്കുന്ന തുല്യമാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു, ഇനി ഈ കലത്തിലെ മാവ് തീരത്തില്ല. അബ്രഹാത്തിൻ്റെ കുടുംബത്തിലെ പോരായ്മ, മക്കളില്ല, അതുണ്ടാകാൻ പോകുന്നു. ദൈവം ഭക്ഷിച്ച് തൃപ്തനായി. ദൈവത്തിന് അന്നം കൊടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിന് അന്നം കൊടുക്കണമെങ്കിൽ ആരാ ദൈവത്തിന് അന്നം കൊടുക്കേണ്ടത്? ആരാ ദൈവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത്? ദൈവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ. ദൈവത്തിൻ്റെ ഭക്ഷണം എന്താ? ഒരു എഡിബിളല്ല, മേശപ്പുറത്ത് വിളമ്പിയിരിക്കുന്ന ചോറും കറിയുമല്ല. ദൈവത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ വിത്ത് ഗോഡ്, നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ശരിക്കും ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് പ്രാർത്ഥിച്ചു, നീ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവത്തിന് നീ ഇന്ന് ഭക്ഷണം കൊടുത്തു. ദൈവത്തിന് ഭക്ഷണം കൊടുത്തെങ്കിൽ ദൈവം നിൻ്റെ കുറവുകൾ കാണും, അത് പരിഹരിക്കും. അപ്പോൾ അനുദിന പ്രാർത്ഥന, അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കൽ, അനുദിനം നമ്മൾ ചൊല്ലുന്ന ജപമാലകൾ, ഇതെല്ലാം നമ്മൾ വി ആർ ഫീഡിങ് ഗോഡ്. ദൈവത്തെ നമ്മൾക്കിങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ സുരക്ഷിതമായ കരങ്ങളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കും. സറഫാത്തിലെ വിധവയുടെ ആ കുടത്തിൽ ആ ഭരണിയിലെ എണ്ണ വറ്റാതിരുന്നതും കലത്തിലെ മാവ് തീരാതിരിക്കുന്നതും ഒക്കെ ഈ ഒരു ദൈവത്തിന് കൊടുത്തിട്ട് വാങ്ങണം. ഒരു ബാർട്ടർ സിസ്റ്റം ലൈക്ക് ദൈവത്തിന് നമ്മൾ കൊടുക്കണം. ദൈവത്തിന് കൊടുത്താലേ ദൈവം നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് പ്രയറിലായിരിക്കുക, പുണ്യപ്രവർത്തികളിലായിരിക്കുക, നന്മകൾ ചെയ്യുക, നന്മകൾ പ്രവർത്തിക്കുക, അങ്ങനെ പ്രവാചനയും കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് നമുക്കറിയാമല്ലോ, ആഹാബ് രാജാവ് ജനങ്ങളെല്ലാം പല വഴിക്ക് വിട്ടേക്ക്, ഭൃത്യന്മാരെ പല വഴിക്ക് വിട്ട് ഈ പ്രവാചകനെ കുറിച്ച് അറിയാനായിട്ട്. പക്ഷെ ദൈവം ഒളിപ്പിച്ചവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവം ഇങ്ങനെ ഒളിപ്പിച്ച് കളിക്കുകയല്ലേ ആളെയും കൊണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് ഒരു ആഹാബിൻ്റെ ഒരു ഭൃത്യം വന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഭൃത്യന് ആഹാബിനോട് പറയാൻ പേടി. കാരണം ആഹാബ് അറിഞ്ഞാൽ
ആഹാബ് രാജാവ് പറഞ്ഞാൽ ഏലിയായുടെ തലവെട്ടും. എന്നാലും ഏലിയ പറയുക ഇനിയിപ്പോൾ ആഹാബിനെ ഇങ്ങോട്ട് വിളിക്കുക. ആഹാബിനെ വിളിച്ചു വരുത്തുന്ന എവിടെയാ? കർമ്മല മലയിലാണ്. ആ മലയിൽ വെച്ചാണ് ബാൽദേവന്മാരുടെ ആൾക്കാരും പ്രവാചകനും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ പ്രവാചകൻ വെച്ച ബലിവസ്തുക്കളൊക്കെ ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. ആ ബലിവസ്തുവിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ച് നനച്ചിട്ടിട്ടുകൂടി ദൈവം അത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ബാൽദേവന്മാരുടെ ഗണത്തെ അവർ വെച്ച ബലിവസ്തുക്കളെ നശിപ്പിക്കാനായിട്ട് ബാൽദേവൻ വന്നില്ല. അവിടെയാണ് ദ ട്വിസ്റ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം ട്വിസ്റ്റാകുന്ന അവിടെ നിന്ന് എല്ലാവരും പിന്നീട് പ്രവാചകൻ്റെ ദൈവമാണ് ഏലിയ പ്രവാചകൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമാണ് സത്യദൈവം എന്ന് പറഞ്ഞിട്ട് ആ ഒരു തിരിച്ചുവരവ് നടത്തുന്നൊരു സ്പോട്ടാണത്. ഇനി മഴ പെയ്ച്ചേ പറ്റുള്ളൂ. ദാരിദ്ര്യമൊക്കെ തീരാൻ പോകുന്നു. കാരണം രാജാവ് ഫെയ്ത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ സമൃദ്ധി ഉണ്ടാകണം. അതിന് പ്രവാചകൻ ആ മലമുകളിൽ വളരെ മനോഹരമായിട്ടാണ് 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥന അവിടെ എഴുതി വെച്ചിട്ട്, ആ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ പൊസിഷൻ എങ്ങനെയാ? മുട്ടുകാലോളം തല മടക്കി വെച്ചിട്ട് കാലുകൾക്കിടയിൽ മുഖം അമർത്തി ഒരു പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്ന ഒരു പ്രവാചകൻ. താൻ ചെയ്തു പോയ തെറ്റിന്, എന്ത് തെറ്റിന്? ഈ ജനങ്ങളെ മുഴുവനും വെള്ളമില്ലാതെ പീഡിപ്പിച്ചെന്നോട് തെറ്റ് ചെയ്ത ഒരാളാണ്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആരോ ഒരാൾ പ്രശ്നക്കാരനാണ്. അയാളൊന്ന് മാനസാന്തരപ്പെട്ടാൽ മതി. അയാളൊന്ന് പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ആരോ ഒരാളുടെ ഒരു പ്രശ്നം ഈ കുടുംബങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ കാലത്തെ ഒരു പ്രോബ്ലം ആരായിരുന്നു വെച്ചാൽ ദൈവികമായ പ്രോബ്ലം ഏറ്റെടുത്ത് നടത്തിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം ആര് പരിഹരിച്ചു? പ്രവാചകൻ തന്നെ മലമുകളിൽ തൻ്റെ മുഖം കാലുകൾക്കിടയിൽ അമർത്തിയിരുന്ന് പ്രായശ്ചിത്തമെടുത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഭൃത്യനോട് പറയുന്നുണ്ട്, കടലിൽ പോയി നോക്കുക, അവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഭൃത്യൻ 7 പ്രാവശ്യം പോയെന്ന്. 7-ാം പ്രാവശ്യം പോയിട്ട് വന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ കടലിൽ കൈപ്പത്തി വലിപ്പത്തിൽ ഒരു കാർമേഘം കാണുന്നു. കൈപ്പത്തി വലിപ്പത്തിൽ. അപ്പോൾ കൈപ്പത്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, കൈപ്പത്തി വലിപ്പത്തിലൊരു കാർമേഘം. ഇത്രയും കാർമേഘം കാണുന്നുള്ളൂ. പ്രവാചകൻ പറയുന്നുണ്ട് അഹാബിനോട് രഥം പൂട്ടി പെട്ടെന്ന് പോകാൻ പറയുക, കാരണം മഴ ആർത്തിരമ്പുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഈ കൈപ്പത്തി വലിപ്പത്തിലുള്ള കാർമേഘമാണ് പഴയ നിയമത്തിലെ പരിശുദ്ധ മറിയത്തിൻ്റെ കർമ്മല മലയിലെ സാന്നിധ്യമായിട്ട് കാണുന്നത്. നമുക്കറിയാമല്ലോ, കൈപ്പത്തിൻ്റെ പുറത്ത് ഒരു ഷോൾ എടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നോക്കിയാൽ ഒരു സ്ത്രീ, തട്ടമിട്ടൊരു സ്ത്രീയുടെ ചിത്രമാണ് ശരിക്കും ഈ കൈപ്പത്തിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ പ്രവാചകൻ്റെ ആദ്യ ദർശനം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ, അത് പഴയ നിയമത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം അന്നേ കർമ്മലമലയിൽ കണ്ടുവന്നാണ്. അതിൻ്റെ പിന്മുറക്കാരാണ് ഇന്ന് ഉള്ള എല്ലാ കർമ്മലിത്ത സന്യാസിമാരുമൊക്കെ അതിൻ്റെ പിന്മുറക്കാരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദാരിദ്ര്യത്തിൽ നിന്ന്, വെള്ളമില്ലായ്മയിൽ നിന്ന്, വരൾച്ചയിൽ നിന്ന് വലിയൊരു സമൃദ്ധിയിലേക്കൊരു യാത്ര. ആ സമൃദ്ധി കർമ്മലമലയിൽ അനുഭവിക്കുമ്പോൾ അത് ശക്തമായ മഴയായി, ശക്തമായ ദൈവാനുഭവമായിട്ടത് മാറുകയാണ്. അവിടുന്ന് ആ ഒരു ശക്തമായ മഴയിൽ സമൃദ്ധിയിൽ ആരംഭിച്ചതാണ്. വരൾച്ചയിലൂടെ കടന്നു വന്ന് സമൃദ്ധിയിൽ ജീവിതം ആരംഭിച്ചതാണ് കർമ്മലിത്ത സഭ എന്ന് പറയുന്നത്. കർമ്മലിത്ത സഭയ്ക്ക് ഇങ്ങനെ ചരിത്രത്തിലുടനീളം ഇങ്ങനെ ചിലപ്പോഴൊക്കെ വരൾച്ചകൾ നേരിടും. സൈമൺ സ്റ്റോക്കിൻ്റെ കാലത്തുണ്ടായിരുന്ന വരൾച്ചയെ നേരിട്ടത് സൈമൺ സ്റ്റോക്ക് ഞങ്ങളുടെ ജനറൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് പ്രകാരമാണ്. പരിശുദ്ധ അമ്മേ, നീ അമ്മയാണെന്നൊന്ന് കാണിച്ചു തരണമേ, അതിനെന്നെ ഒന്ന് സഹായിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ അനുദിന വിശുദ്ധരുടെ പുസ്തകത്തിൽ ഇത് ആ ഡേറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, അമ്മയാണെന്നൊന്ന് എന്നൊന്നും മനസ്സിലാക്കി തരണമേ. അത് മനസ്സിലാക്കി കൊടുത്തതാണ് ജൂലൈ 16-ാം തീയതി സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് സർവ്വവൃന്ദം മാലാഖമാരോടൊപ്പം ഇങ്ങനെ ഭയങ്കര രാജ്ഞിയായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൊടുത്ത ഉത്തരീയമാണ്. ആ ഉത്തരീയമാണല്ലോ ഇന്നും നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുന്നത്. അടിസ്ഥാന കാരണം ഒന്നാലോചിച്ച് നോക്കിയാൽ, ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്ക് യേശുവിനെ കൊടുത്തതിന് ശേഷം പിന്നീട് കൊടുക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉത്തരീയമാണ്. കാരണം എന്താ? യേശുവിനെ സ്വീകരിച്ച മക്കൾ പരിശുദ്ധ അമ്മയാൽ സംരക്ഷിക്കപ്പെട്ടവരാകണം. ആ അമ്മയുടെ സംരക്ഷണമില്ലാതെ മുൻപോട്ടുള്ള യാത്രയൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടാക്കും. കാരണം അത് ശരിക്കും ഈ നെഗറ്റീവ് എനർജി അതിൽ തട്ടിയിട്ട് തിരിച്ചു പോകണം. ഒരാൾ ഉത്തരീയം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരീയത്തിൽ
റിഫ്ലക്റ്റ് ചെയ്യണം. വന്ന് ഈ അശുദ്ധാത്മ ശക്തി ഒന്ന് അടിച്ചിട്ട് അത് തിരിച്ചു പോകാനാണ് മുമ്പും പുറകും ഈ ഉത്തിരിയും നമ്മൾ ധരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സംരക്ഷണം കിട്ടിയ നിത്യനരകാഗ്നിയിൽ പതിക്കാതിരിക്കാനുള്ള ഗിഫ്റ്റാണത്. അത് ജൂലൈ 16-ാം തീയതി കിട്ടി. അതുകൊണ്ടാണ് കർമ്മല സഭയ്ക്ക് ഇത്രയേറെ പരിശുദ്ധ അമ്മയോടുള്ള ആധികാരികത വരുന്നത്. ഞങ്ങളുടെ രാജ്ഞിയാണ്, ഞങ്ങളുടെ സിസ്റ്ററാണ്, ഞങ്ങളുടെ അമ്മയാണ്. അങ്ങനെ കർമ്മലിത്ത സഭ പരിശുദ്ധ കന്യകാമറിയത്തെ എല്ലാ അർത്ഥങ്ങളിലും വളരെ വണങ്ങി ആദരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയാൽ സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള സകല കർമ്മലിത്ത മക്കളുമൊക്കെ ഇത് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരൾച്ചയിൽ നിന്ന് വീണ്ടും സമൃദ്ധിയിലേക്ക്, സൈമൺ സോക്കിൻ്റെ സമയത്ത് വലിയൊരു സമൃദ്ധിയിലേക്ക് നമ്മൾ വന്നെത്തപ്പെടുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ വീണ്ടും കർമ്മലിത്ത സഭയിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വീണ്ടും ഒരു വരൾച്ച നേടുന്നുണ്ട്. ആ സമയത്ത് കർമ്മല സഭയിൽ നിന്ന് തന്നെ ഉദിച്ചു കയറിയ 2 വിശുദ്ധരാണല്ലോ, ആവലാൽ വിശുദ്ധ അമ്മ ത്രേസ്യയും വിശുദ്ധ ജോണോത്ത ക്രോസും എന്നൊക്കെ പറയുന്നത്. വീണ്ടും തിരുസഭ കർമ്മലിത്ത സഭ നവീകരിച്ചെടുക്കുന്ന 2 വിശുദ്ധർ. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ കർമ്മലിത്ത സഭ വലിയ ശക്തമായൊരു പൊസിഷനിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലിൽ അത് സഗൗരവം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് കർമ്മലിത്ത സഭ വന്നു കയറുമ്പോഴും കേരളത്തിലൊരു പക്ഷേ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന് ആ ഒരു ആത്മീയ ശോഷണത്തിൽ നിന്ന് കേരളക്കരയെ നവോത്ഥാനത്തിലേക്ക് നയിച്ചത് കർമ്മലിത്ത വൈദികരാണ്. അവർ കൊണ്ടുവന്ന വണക്കമാസവും അവർ ചൊല്ലിത്തന്ന പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണവും ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അവർ പഠിപ്പിച്ച കുടുംബ പ്രാർത്ഥനകളും മാരടം മറക്കാനുള്ള ശക്തമായ ഇടപെടലുകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ കൾച്ചറിലേക്ക് ഇടപെട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ നവീകരിച്ച് നമ്മളേക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആ ഒരു ശോഷണത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, പ്രാർത്ഥനയുടെ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിച്ചത് കർമ്മലിത്ത മിഷണറിമാരാണ്. അതിന് അവരുടെ അവസാനത്തെ കണ്ണികളാണ് ഞാൻ പറഞ്ഞ പോലെ. ഇപ്പോഴും ഈ ഫെയ്ത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും കർമ്മലിത്ത സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം ഉണ്ടോ, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഏതെങ്കിലും രൂപതകളൊക്കെ തന്നെ ഞങ്ങളെ പള്ളികളൊക്കെ ഏൽപ്പിക്കും. ആത്മീയമായ എന്തെങ്കിലും ശോഷണമുള്ള അല്ലെങ്കിൽ അച്ഛന്മാരുടെ കുറവുകളുള്ളപ്പോൾ ഞങ്ങളെ പള്ളികളൊക്കെ ഏൽപ്പിക്കും. ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ശരിക്കും ഒരു വരൾച്ചയാണ്, എല്ലാ അർത്ഥങ്ങളിലും ഒരു വരൾച്ച വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അവിടെയുള്ള ജീവിതശൈലിയുടെ കാര്യത്തിൽ. പക്ഷെ അവിടെ ആ ഒരു ഇടപെടൽ മൂലം ആ പള്ളി പിന്നീട് വളരെ അറിയപ്പെടുന്ന സ്പിരിച്വാലിറ്റി സെൻറ്ററുകളായിട്ട് നല്ലൊരു ആത്മീയ ഉണർവുള്ള ദേവാലയങ്ങളായിട്ട് മാറുകയും പിന്നീട് തിരുസഭ രൂപതകൾ അത് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഒന്നുമില്ലാത്തിടത്ത് എന്തെങ്കിലുമൊക്കെ ആത്മീയമായിട്ട് വളർത്താനും ഉള്ള എല്ലാ കൃപകളുമൊക്കെ ലഭിച്ച ഒരു വലിയ ജനവിഭാഗമാണ് കർമ്മലിത്ത വൈദികരെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് വിശ്വാസ പ്രഖ്യാപനത്തിൽ കർമ്മലിത്ത സഭയുടെ പരമ്പരാഗത മിഷൻ ധ്യാനം അറിയപ്പെടുന്ന ഒരു മിഷൻ ധ്യാനമാണ്. ഒരു ഇടവകയുടെ വലിപ്പം അനുസരിച്ച് അത്രയും എണ്ണം അച്ഛന്മാർ അവിടെ ചെന്ന് അവിടെ താമസിച്ച് 7 ഡേയ്സാണ് ഈ മിഷൻ ധ്യാനം എന്ന് പറയുന്നത്. 7 ഡേയ്സാണ്. ആ 7 ഡേയ്സിൽ അവിടെ 10-12 അച്ഛന്മാർ താമസിക്കുന്നു. ഇടവക വലുതാണെങ്കിൽ 40ഓളം അച്ഛന്മാർ അവിടെ വന്ന് നിൽക്കുന്നു. അവർ വീടുകളെല്ലാം വെഞ്ചരിക്കുന്നു, വീടുകളിൽ ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുന്നു. അവരെല്ലാവരും കൂട്ടി വൈകിട്ട് പള്ളിയിലെത്തുന്നു. 7 ദിവസവും വൈകിട്ട് വചനപ്രഘോഷണങ്ങൾ, കൗൺസിലിങ്ങുകൾ, കുമ്പസാരങ്ങൾ ഇതെല്ലാം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഓരോ വീടിൻ്റെ ആത്മസ്ഥിതി, ഇപ്പോൾ എന്താണ് അവരുടെ ആ പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് ലൈഫ്, അവർ എത്ര പേര് അവിടെയുണ്ട്, ആണെത്ര, പെണ്ണെത്ര, 15 വയസ്സിന് താഴെ എത്ര, പിന്നെ ഡെയിലി പള്ളിയിൽ പോകുന്നവർ എത്ര പേരുണ്ട്, മാസത്തിലൊരിക്കലെങ്കിലും മിനിമം കുമ്പസാരിക്കുന്നവർ എത്ര പേരുണ്ട്, ഇതെല്ലാം ഒന്ന് അറിയണ്ടേ. ഇതെല്ലാം അറിഞ്ഞെടുക്കുന്നു. അവിടെ സ്ഥിരമായിട്ട് രോഗികളായിട്ടുള്ളവരുണ്ടോ, ഭവനമുണ്ടോ, വരുമാന മാർഗങ്ങളുണ്ടോ, ഇതെല്ലാം അറിഞ്ഞിട്ട് കർമ്മലിത്ത സഭയ്ക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും, ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് കൂടി ഒരു സർവേ നടത്തും. സർവേ അല്ല, ആത്മസ്ഥിതിയാണ് ഇപ്പോഴത്തെ ആത്മാവിൻ്റെ അവസ്ഥ. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും ആത്മസ്ഥിതി എടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഇടവകയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, എത്ര പേര് പള്ളിയിൽ പോകുന്നുണ്ട് ഡെയിലി, എത്ര പേര് വാർഷിക ദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് അറിയണം. 10 വർഷത്തേക്ക് ഇത് മതി. 10 വർഷത്തേക്ക് ഒരു ആത്മസ്ഥിതി നോക്കിയാൽ ഒരു ഇടവകയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൂടാതെ 7 ദിവസങ്ങളായിട്ട് യൂത്തിന് ക്ലാസ്, പിന്നെ ഗർഭിണികൾക്ക്, കൈക്കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, പിന്നീടുള്ള സംഗമങ്ങൾ, വിഭാരിയൻസിന് വിധവകൾക്കുള്ള സംഗമങ്ങൾ, കുടുംബജീവിതക്കാർക്കുള്ള സംഗമങ്ങൾ, സംഘടനാ ഭാരവാഹികളുടെ സംഗമങ്ങൾ, ഇങ്ങനെ ഇടവകയെ സമഗ്രമായൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടവകയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്ന ആ ഒരു വരൾച്ചയിൽ നിന്ന് കർമ്മലിത്ത സഭ വഴി ഒരു സമൃദ്ധിയിലേക്ക്, ഒരു പച്ചപ്പിലേക്ക്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്ന് നിന്നെ ആനയിക്കുമെന്ന് പറയുന്ന ഒരു
ആത്മീയ പച്ചപ്പരപ്പിലേക്ക് എത്തിക്കാനായിട്ട് കർമ്മലീത്ത സഭ ഇന്ന് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് വിജയിക്കുകയും ചെയ്യണം. ഓരോ ഇടവകളിലും, ധാരാളം ഇടവകളിൽ ഇതിനകം മിഷൻ ധ്യാനം നടന്നു കഴിഞ്ഞു. അപ്പം നോക്കുമ്പോൾ വളരെ കൃത്യമായും വ്യക്തമായും പറയാം, എവിടെയെല്ലാം ഒരു വളർച്ച, എവിടെ വരൾച്ച, എവിടെയെല്ലാം ഒരു ഇടിവ് സംഭവിക്കുന്നു, അവിടെ ആത്മീയ ഗുരുക്കന്മാരുടെ, കർമ്മലിത്ത പുരോഹിതരുടെ ആ ഒരു ഇടപെടൽ വളരെ ശക്തമായ ആധ്യാത്മിക ഉണർവിലേക്ക് സഭയെ നയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ വീട്ടിലെയും കാര്യം എടുത്ത് നോക്കിയേ. എന്തോ കാര്യം കൊണ്ട് നമ്മുടെ വീടിന് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ച കുറവ് എന്താണെന്ന് ചോദിച്ചാൽ ലാക്ക് ഓഫ് പ്രയർ, പ്രാർത്ഥനയില്ല. ഒന്നിച്ച് കുടുംബസമേതം ഭാര്യ ഭർത്താവും മക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് സകല തിന്മകളും വിട്ടുപോകും. അതിന് കർമ്മലിത്ത സഭ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഉത്തരീയം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ജപമാല എടുത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഓരോ മണിയും ജപമാല മണിയും നമ്മളെടുത്ത് പരിശുദ്ധ അമ്മയുടെ പേരിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഓരോ രഹസ്യവും ക്രിസ്തു ചിന്തകളാണ്. പരിശുദ്ധ കന്യാമറിയം എപ്രകാരം ധ്യാനിച്ചു ആ ചിന്തകൾ തന്നെയാണ്. അപ്പോൾ കർമ്മലിത്ത സഭയിലെ അംഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ പേരെ മാനസാന്തരത്തിലേക്ക് നടക്കാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുള്ള ആ കൃപാവരം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സമൃദ്ധിയിലേക്ക് വരാനായിട്ട്, ആ സ്പിരിച്വാലിറ്റിയിൽ വളരാനായിട്ട്, ആത്മീയ ചൈതന്യത്തിൻ്റെ ഉറവിലേക്ക് വരാനായിട്ട്. ഏതെങ്കിലും കാരണവശാലും നമുക്ക് ഈ ഒരു ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു വരൾച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അടുത്തുള്ളൊരു സന്യാസാശ്രമവുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച്, ആ അച്ഛന്മാരുമായിട്ടൊക്കെ ഒന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ടറിയുക, നമ്മുടെ വീട്ടിൽ ആരാണോ, നമ്മുടെ ഈ എലിയാ പ്രവാചകനെ പോലെ ആരാണോ നമ്മുടെ കുടുംബത്തിലെ പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്, ഒരു വരൾച്ച കൊണ്ടുവരാനായിട്ട് ആരാണ് നിമിത്തമായിട്ടുള്ളത്, അവരെയൊക്കെ ഒന്ന് മാനസാന്തരത്തിലേക്ക് വരാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുണ്ട്. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഈ കഴിഞ്ഞിടയ്ക്ക് മാൾട്ടയിൽ നിന്ന് വന്നു. മാൾട്ടയിലാണ് പോയത്. മാൾട്ടയിലുള്ള മനു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയായിരുന്നു, അവന് അവിടെ ചെന്നിട്ട് ഇപ്പോൾ 1 വർഷമേ ആയുള്ളൂ. അവിടെ ചെന്ന് അവിടുത്തെ മാൾട്ടയിലൊരു പള്ളിയിൽ പോയി കുറേ നേരം ഇങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആരോ ഒരു യുവാവ് ഈ മനുവിനെ കണ്ടിട്ട് ചോദിക്കുന്നു, ഇത്രയും തരം ലോങ് ടൈം ഇങ്ങനെ മുട്ട നിൽക്കാനായിട്ട് എങ്ങനെ പറ്റുന്നെന്ന്. ലോങ് ടൈം മുട്ട നിൽക്കാനായിട്ട് അത് മനുവിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഉണർവായിരുന്നു. കാരണം കാരണം നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ നമ്മൾ മുട്ട നിന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിന് അടിമകളായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിന് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ അവൻ പറയുന്നു, 1 വർഷമായിട്ട് ഞാനിപ്പോൾ മാക്സിമം എനിക്കിപ്പോൾ 1-2 മണിക്കൂർ മുട്ട നിൽക്കാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിലും കുറേ യുവാക്കന്മാരെ ഒന്ന് കാണട്ടെ, എൻ്റെ ത്യാഗം. കാരണം ഇതെന്താ എൻ്റെ പാരൻസ് പഠിപ്പിച്ചു തന്നത്, എൻ്റെ കുടുംബക്കാരും അതോടൊപ്പം തന്നെ കർമ്മലിത്ത പാരമ്പര്യത്തിൽ നിന്ന് ഉടലെടുത്ത പ്രാർത്ഥനകൾ വഴിയൊക്കെ ഈ മുട്ടയെന്ന് പ്രാർത്ഥിക്കുന്നുള്ള കൃപകളൊക്കെ അതൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വരൾച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ ഉരുൾ നേർച്ച, നീന്ത് നേർച്ച എന്നൊക്കെ പറയുന്നത്. നമ്മളെ തന്നെ ഒന്ന് കർത്താവിനെ എളിമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സമ്പുഷ്ടമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ കർമ്മല മാതാവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഉത്തരീയ ഭക്തിയിലേക്ക് കൂടുതൽ വരാനും ഉത്തരീയം ധരിക്കാനായിട്ട് ഏത് ആശ്രമത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉത്തരീയം കിട്ടും. ആ ഉത്തരീയം ധരിക്കണം. പൊട്ടിപ്പോയാൽ അടുത്ത് പോയി മേടിച്ചിടണം. കാരണം ആദ്യ കുർബാന സമയത്ത് നമുക്ക് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ്. നമ്മളെല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയം ഈ ദിനത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സംരക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സംപ്രീതയായി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അങ്ങ് ഉത്തരമായി മാറണമേ. ഞങ്ങളുടെ ഇല്ലായ്മയിൽ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ വരൾച്ചയിൽ അങ്ങ് തന്നെ സമൃദ്ധമായിട്ട് മാറണമേ. ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. സൈമൺ സ്റ്റോക്ക് പറഞ്ഞതുപോലെ അമ്മേ മാതാവേ, നീ എനിക്കും അമ്മയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന. കർമ്മലാംബികെ ദൈവജനനി കാത്തുകൊള്ളുക ഞങ്ങളെ. കർമ്മലാംബികെ ദൈവജനനി കാത്തുകൊള്ളുക ഞങ്ങളെ. അങ്ങേ മക്കൾ അവനിൽ കേഴും നമ്മെ